ഹായ് അസ്സലാമു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. 2-3-4 ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ, ഓരോ തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല കേട്ടോ ഉള്ളത്, മാനന്തവാടിയാണ് ഉള്ളത്. ഞാൻ കൽപ്പറ്റയല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഒന്നും രാവിലെ ഒന്നും എടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്, കുട്ടികൾക്ക് മദ്രസ പോയിട്ടുണ്ട്. എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസമായാലും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെല്ലാമെന്നുള്ളതെന്ന് നോക്കാമല്ലേ നമുക്ക്. പിന്നെ നാത്തൂന് വീട്ടിലില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളുണ്ട് കേട്ടോ, അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ പോയിട്ടുണ്ട്. പിന്നെ ഫിദമോളും ഷബാസും അവരും ഉണ്ട്, അവർ കിടന്നുറങ്ങുകയാണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള തേങ്ങയും ക്യാബേജ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ പണികളൊക്കെ തീർത്തൊന്ന് ഫ്രീ ആകാമെന്ന് വിചാരിച്ച് അതിലേക്ക് തേങ്ങയൊക്കെ ചിരവി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ കുക്കിംഗ് ചാനലിൽ അതൊന്ന് അപ്ലോഡ് ആക്കിയത് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇടാൻ നോക്കട്ടെ. റവ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു, പച്ചരി വെച്ചിട്ടുള്ളൊരു കുത്തപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം അങ്ങനെ ദോശയൊക്കെ നമ്മൾ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉപ്പേരി കരിയുന്നുണ്ട്. അതുപോലെ തേങ്ങയൊക്കെ ഉപ്പേരിയിലേക്കുള്ള ഒതുക്കി വെച്ചിട്ടുണ്ട്. ചെറുപയറിലേക്കുള്ള അരച്ചൊഴിച്ച് കറിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 നേരത്തിന് തന്നെ ഉപ്പേരിയൊക്കെ വെച്ചു. പിന്നെയും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് നേരത്തെ തന്നെ പരിപാടികളൊക്കെ തീർത്ത് വെച്ചു. പിന്നെ ചോറ് വെക്കാനും മീൻകാരൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ മീൻകാരൻ വന്ന മീൻ വാങ്ങിയിട്ട് മീൻ പൊരിക്കുകയോ വറ്റിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് വേഗം കഴുകി ക്ലീനാക്കി വെച്ചു. സാധാരണ താത്ത ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ പാത്രം കഴുകി കൊടുക്കുക, എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുളകിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ അത് പറ്റില്ലല്ലോ, താത്ത ഇല്ലാത്തതുകൊണ്ട് പണികളൊക്കെ വേഗം തീർക്കുക കേട്ടോ. അപ്പോൾ ഇനി അടിച്ചു വാരി തുടക്കാനുണ്ട്. അപ്പോൾ ഫിദമോൾ അടിച്ചു വാരുന്നുണ്ട്, അതുപോലെ തന്നെ ആദിലമോൾ തുടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ മക്കൾ ചെയ്തു കേട്ടോ. മുറ്റടിയൊക്കെ രാവിലെ തീർത്തിട്ടുണ്ടായിരുന്നു. ചവിട്ടി സിറ്റോട്ടൊക്കെ ഉണങ്ങിയതിന് ശേഷം ചവിട്ടിയൊക്കെ എടുത്തിടുന്നുണ്ട് അതിൽ. പിന്നെ മീൻ കൊണ്ടുവന്ന് അങ്ങനെ മീൻ മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ നേരത്തെ പൊരിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിത്തേക്കുള്ളത് അപ്പോൾ പൊരിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉമ്മാക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് ഉമ്മാൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ടോ. പിന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നബു കടയിൽ പോയിട്ട് മുളക് ബജിയും അതുപോലെ തന്നെ ഉണ്ടയും ഒക്കെ വാങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, അതിൻ്റെ റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രൂ കോഫി പഞ്ചസാരയും വെച്ച് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അവർ. അതുപോലെ 8 ചപ്പാത്തി അപ്പത്തിന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളിത് എന്താ പറയുക, ഫുള്ളും ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് കാണുന്നത് കേട്ടോ. പിന്നെ ഒരു ഇങ്ങനെ ക്ലാസ്സിലേക്കൊക്കെ ഒഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ എടുത്ത് വന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ പാല് കാച്ചി വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്, ജ്യൂസ് എന്തോ അടിക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പാല് കാച്ചി പിന്നെ ഐസ്ക്രീമൊക്കെ ഒരെണ്ണം പോയി വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് പാല് കാച്ചിയിട്ട് എന്തൊക്കെയോ ചെയ്തിരിക്കാൻ ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മോൾക്ക് റെസിപ്പി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക്